ഗുഡ് മോർണിംഗ്. സമയം ഏകദേശം 2 മണിയായിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ രാമേശ്വരത്താണ് കേട്ടോ. രാമേശ്വരത്ത് നമ്മുടെ ആൾക്കാരെല്ലാവരും ചേർന്നിട്ട് ബോട്ടിലോട്ട് പോകുന്നതിന് മുന്നേ ഫുഡ് ഒരു ചായ ഒരു കടിയൊക്കെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കടയിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ 3:23 ആയപ്പോഴേക്കും നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഹാർബറിൻ്റെ അടുത്തോട്ട് വന്ന് ഈ ഇരിക്കുന്ന ക്യാനുകളിൽ ഫുള്ള് വെള്ളമാണ്. ഇതിവിടെ ചാക്കും ഉപ്പും ഇരിപ്പുണ്ട്. ഇത് മീൻ വളത്തിന് വേണ്ടിയിട്ടുള്ള ഇടാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നത്. ഈ വണ്ടിയിലാണ് നമ്മൾ ഐസ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ഏതായാലും സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ബോട്ടിലോട്ട് കയറ്റാം. ഈ കാണുന്ന മെത്ത എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയ വള്ളത്തിലാണ് വെള്ളവും അതുപോലെ ഐസൊക്കെ നമ്മുടെ വള്ളത്തിലോട്ട് കയറ്റാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. ഇറക്കുന്ന ഒരു കഷ്ടപ്പാട് കണ്ട. ഇതുപോലെ ഓരോ പീസ് ഐസിനെ ഒരു 3 അല്ലെങ്കിൽ 4 പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ബോട്ടിലോട്ട് കയറ്റുന്നത്. ഇതെന്തിനാ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പൊടിക്കുന്ന മെഷീനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെയാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. അതും ഒരു പീസിന് 120 രൂപയാണ്. നമ്മുടെ നാടുകളിലൊക്കെ ആണെങ്കിൽ 100 രൂപയ്ക്ക് പൊടിച്ച് വാങ്ങും. അങ്ങനെ തന്നെ നമ്മുടെ ഡീസൽ ഒരു മാട്ടുവണ്ടിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കാഴ്ച നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റിൽ പറയാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ ഐസുകളെല്ലാം പീസുകളാക്കിയിട്ടാണ് നമ്മൾ ബോട്ടിലോട്ട് കയറ്റുന്നത്. ഈ കാണുന്നത് മെത്ത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ബോട്ടിലാണ് ആദ്യം സാധനങ്ങളെല്ലാം കയറ്റുക. അത് കഴിഞ്ഞിട്ട് ഈ സാധനങ്ങൾ നേരെ കൊണ്ട് നമ്മൾ വലിയ ബോട്ടിലോട്ട് കയറ്റും. ഏതായാലും ഇനി ഓരോന്നോരോന്നായിട്ട് നമ്മൾ കയറ്റി കഴിഞ്ഞിട്ട് നമ്മൾ ബോട്ടിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും കാണിക്കാത്ത. അങ്ങനെ നമ്മൾ ബോട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവരുടെ പണിയെന്ന് പറഞ്ഞിരുന്നാൽ ആ ഐസ് നമ്മൾ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് നേരെ ബോട്ടിൽ കയറ്റി ഇട്ടമ്മോ ആലോചിച്ച് നോക്കുന്നത് ഇത് കണ്ടില്ലേ, ഐസ് തൂക്കിയെടുക്കുകയാണ്. നമ്മുടെ നാട്ടിലുള്ളത് പോലത്തെ ഒരു പണിയല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ പണിയൊന്നല്ല കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞാൽ പട്ടിപ്പണി, പിച്ചക്കാശാണ്. ഈ പീസുകൾ ഐസുകളൊക്കെ ഈ ബോട്ടിൽ നിന്ന്, അതായത് ഈ ചെറിയ ബോട്ടിൽ നിന്ന് വലിയ ബോട്ടിലോട്ട് കയറ്റണം. അങ്ങനെ നമ്മൾ പോകുന്ന ബോട്ടിലോട്ട് കയറി കഴിഞ്ഞു. ഇപ്പോൾ സമയം 4:30 അപ്പോൾ ഏതായാലും ഡീസലെടുത്ത് ആ സൈഡിൽ കൊണ്ടുപോകുന്നു. ഉപ്പും ചാക്കൊക്കെ ഇവിടെ വയ്ക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള ഐസും കാര്യങ്ങളെല്ലാം കയറ്റാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ മെത്തയിൽ നിന്ന് ഐസുകളെല്ലാം ഓരോന്നോരോന്നായിട്ട് നേരെ എടുത്ത് ബോട്ടിലോട്ട് എടുത്ത് കേട്ടപ്പോഴേക്കും ഞാൻ വിചാരിച്ചു ഇവിടെ വെച്ച് കഴിഞ്ഞിട്ടായിരിക്കും അവർ അടിച്ച് പൊട്ടിക്കുക എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. അവരവസാനം വരെ അത് പൊട്ടിച്ചിട്ടില്ല. നേരെ സ്റ്റോറിലോട്ട് കയറ്റുക അല്ലാതെ വേറെ ഒന്നും ചെയ്തില്ല. ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡീസൽ ഒഴിക്കുന്ന ഒരു അരിപ്പ, അച്ചുത്തി എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും. ആ സാധനത്തിൽ വച്ചിട്ട് നേരെ ഡീസലൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാൾ. കടലിലോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് കാഴ്ചകൾ കാണിച്ചു തരാം. ഈ സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല വലിച്ചു വെച്ച് ഇനിയിപ്പോൾ അടുത്ത പണികളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ബോട്ട് ഇറക്കി വിടുന്നത്. ഈ ഓടുന്നത് കണ്ട നമ്മുടെ നല്ല അടിപൊളി കൂന്തലുകളാണ്. അതായത് 1 2 3 4 5 6 അങ്ങനെ ഒരുപാട് കണവകൾ ഇതായി ഇവിടെ കൂട്ടത്തോടെ ഓടി നിൽപ്പുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന ബോട്ട് കെട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്ത് തന്നെ ഓടിയിട്ടില്ല. എന്നിരുന്നാൽ ഈ സ്ഥലത്ത് തന്നെ കണവകൾ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ വലയും മടിയൊക്കെ വലിച്ചു തീർന്നിട്ടുണ്ട്. മുറിപ്പെടുക്കുന്ന സ്ഥലം എത്തിയിട്ടുണ്ട്. കൃത്യം 5:55 ആയപ്പോഴേക്കും നമ്മുടെ മത്തയിൽ ആങ്കർ, ബോട്ടിൻ്റെ ആങ്കർ അതിൽ കെട്ടിയിട്ട് നമ്മുടെ ബോട്ടിൽ കെട്ടഴിച്ച് വിടുവാണ് കേട്ടോ. അങ്ങനെ മത്സരം എല്ലാ ബോട്ടുകളും ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ തൂത്തുക്കുടിയിൽ ഇന്ന് ഇടിച്ചിടിച്ച് പോകുന്നത് പോലത്തെ മത്സരമല്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൂത്തുക്കുടിയിലുള്ളത് ഫുള്ള് ഇരുമ്പ് ബോട്ടുകളാണ്. തമ്മിൽ ഇടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ലായിരിക്കും. പക്ഷേ എന്നിരുന്നാൽ ഇതെല്ലാം തടി ബോട്ടുകളാണ്. കൂട്ടി ഇടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പോലെ ഡാമേജ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഒത്തിരി ഡിസ്റ്റൻസ് ഇട്ടൊക്കെയാണ് ഓടുന്നത്. കണ്ടില്ലേ, എല്ലാ ബോട്ടുകളും ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഏതായാലും നമ്മളെ വല വയ്ക്കുന്ന സമയത്ത് കാണാട്ടാ. അപ്പൊ സമയം ഏകദേശം 6:35 ആയിട്ടുണ്ട്. ഞാനിപ്പോൾ കുറച്ച് ദൂരം, നമ്മളിപ്പോൾ ഏകദേശം ഒരു ഓടാൻ തുടങ്ങിയിട്ട് 35 മിനിറ്റ് ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മളെ വല വയ്ക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയാണ്. ഓക്കെ, നമ്മളെ വല വയ്ക്കേണ്ട സ്പോട്ട് എത്തിയിട്ടുണ്ട്. ഓടുതാ പോകുന്നു. ഓക്കേ, 2 ബോർഡും താഴോട്ട് പോയി. തൂത്തുക്കുടിയിൽ നിന്ന് പോയതുപോലെ അഴിച്ചിട്ടില്ല. കുറച്ച് ഡിഫറെൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്ന് പറഞ്ഞില്ല. ഇതുപോലെയാണ് ഓരോ നാട്ടിലും ഓരോ പണികളാണ്. അത് സ്പീഡ് പണിയാണ്, ഇത് ട്രോളിങ്, സ്ലോ ട്രോളിംഗ് ആണ്. അതുകൊണ്ട് തന്നെ 4 മണിക്കൂറെങ്കിലും മിനിമം ഓടിയതിനു ശേഷമായിരിക്കും വല എടുക്കുന്നത്. രാവിലെ വല വച്ച് 6:45 ആയപ്പോഴേക്കും വല വച്ച് തീർന്നിട്ടുണ്ട്. വല വച്ച് തീർന്ന് ഒപ്പം തന്നെ ഫുഡ് എടുത്ത് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മുട്ടക്കറിയും ചോറും രാവിലത്തെ ഫുഡ്. എവിടെ ഇരിക്കണേ, നല്ല ഇരിക്കാം. സമയം 10:13 ആയിട്ടുണ്ട്. നമ്മളെ ബോർഡ് വരാൻ സമയമായിട്ടോ. നമ്മളെ വല വലിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ബോർഡ് വേണ്ട.
ഓക്കെ, ബോർഡ് വന്നിട്ടുണ്ട്. അങ്ങനെ പടേന്ന് പറഞ്ഞിട്ട് ഓരോ ജോലികളായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ മാത്രമല്ല, തൊട്ടടുത്തുള്ള എല്ലാ ബോർഡുകളും വല വലിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് ശ്രീലങ്കൻ ബോർഡിലാണ്. ഏറ്റവും റിസ്ക്കുള്ള പണിയാണ് ഇവർ ചെയ്യുന്നത് കേട്ടോ. അതായത് ഒന്ന് സ്ലോ ആയി കഴിഞ്ഞിരുന്നാൽ നേരെ വന്ന് ശ്രീലങ്കൻ നേവി വന്ന് പിടിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് തന്നെ ഇവർ ആ ഒരു പട്ടിപ്പണി ചെയ്യുകയാണ്. നമ്മുടെ വീഞ്ചാണെന്നുണ്ടെങ്കിൽ കംപ്ലൈൻ്റ് ആയിട്ട് പൊങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെ സംഭവം ചുറ്റി വലിക്കാൻ പറ്റാതെ കൈകൊണ്ട് വലിച്ച് കയറ്റുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. അതെന്താ ശ്രീലങ്കൻ ബോർഡറിൽ പോയെന്ന് ഒരുപാട് പേർക്ക് ഡൗട്ട് വന്നു. ഇത് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ നാട്ടിൽ ഏകദേശം 1000-ഓളം ബോട്ടുകളുണ്ട്. അതായത് ട്രോളിംഗ് ബോട്ടുകൾ മാത്രമേ ഇവിടെ പണി ചെയ്യുന്നുള്ളൂ. ട്രോളിംഗ് ബോട്ടുകൾ മാത്രം പണി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ മീൻ ലഭ്യത കുറവാണ്. ആകെ ഒരു 12 കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള സ്ഥലമാണ് ഇവർക്കുള്ളത്, ബോർഡറിൻ്റെ അടുത്തുനിന്ന് നമ്മുടെ രാമേശ്വരം വരയ്ക്കും. ആ സ്ഥലങ്ങളിൽ കിടന്ന് 1000 ബോർഡുകൾ ചേർന്ന് വലിക്കുമ്പോഴേക്കും നിങ്ങൾ തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ മീൻ ലഭ്യത എങ്ങനെയാവും എന്നുള്ളത്. അങ്ങനെ ഇവർക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പൊടുപ്പ് മീനുകളെന്ന് പറയും, അതായത് വളത്തിനുള്ള മീനുകൾ മാത്രമാണ്. അത് പിടിച്ച് മാത്രമാണ് ഇവർ കഴിഞ്ഞു പോകുന്നത്. കാരല് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. കാരൽ താഴോട്ട് പോകുന്നത് കാണാൻ പറ്റും. മീൻ കയറി വരുന്നുണ്ട. എന്താണെന്നുള്ളത് ചരക്ക് പൊട്ടിക്കുമ്പോൾ അറിയാം. ഇവര് ചരക്ക് പൊട്ടിക്കുന്ന രീതി വേറെയാണ് കേട്ടോ. ചരക്ക് പൊട്ടിച്ചിട്ടുണ്ട്. കാരല് അപ്പോൾ നമ്മുടെ വലിയ കാരൽ മാത്രമാണ് തിരിഞ്ഞെടുക്കുന്നത് കേട്ടോ. വലിയ കാരൽ മാത്രം തിരിഞ്ഞെടുക്കുന്നുണ്ട്. ചെറിയ കാരലും നൊത്തോലിയും തിരിയുന്നില്ല. കാരണം അത് കോഴിത്തീനയ്ക്ക് വേണ്ടി, അതായത് കോഴിത്തീറ്റയ്ക്ക് വേണ്ടിയിട്ട് പോകും. വളത്തിനൊക്കെ പോകുന്നതൊക്കെ പറയില്ലേ, ആ സാധനത്തിന് പോകുന്നതാണ്. വലിയ കാരൽ മാത്രമാണ് തിരിഞ്ഞെടുക്കുന്നത്. വലിയ കാരൽ, അതുപോലെ തന്നെ നല്ല നല്ല മീനുകൾ. ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറയ്ക്ക, പിന്നെ കണവ, ആവോലി തുടങ്ങിയ എല്ലാത്തരം മീനുകളും ഉണ്ട്. അങ്ങനെ നമ്മുടെ കൂട്ടുകാരെ ഇരുന്ന് നൊത്തോലി തിരിഞ്ഞെടുക്കുന്നുണ്ട്. നൊത്തോലിക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രൈസ് പോകുന്നത്. ഏകദേശം കിലോയ്ക്ക് 100 രൂപയാണ് ഇത് നൊത്തോലിക്ക് പോകുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നൊത്തോലി അവർ തിരിഞ്ഞ് മാറ്റി എടുക്കുന്നുണ്ട്. ഏതായാലും മീനുകളെല്ലാം തിരിഞ്ഞ് കയറുന്നതിന് ശേഷം നമുക്ക് കാണാം. ഒരുപാട് വല വയ്ക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടാകുവാണ്. അതായത് നമ്മൾ ഈ മീൻ ഇത്രയും തിരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത പാട് വല വയ്ക്കാൻ വേണ്ടി പോകുന്നു. നമ്മുടെ വലകളെല്ലാം വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ട്രോളിങ് ചെയ്തതിനു ശേഷം വല എടുക്കുമ്പോൾ കാണാം. നമ്മൾ വല വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ പ്രാവശ്യം നമ്മുടെ ബോർഡറിൻ്റെ അകത്താണ് വെച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ഈ ബോർഡറും രാമേശ്വരവും നമ്മൾ ഏകദേശം 12 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രാമേശ്വരം കാണാൻ പറ്റും. ഈ കാണുന്നതാണ് രാമേശ്വരം. ഇവിടെ നോക്കി ഇപ്പുറത്താണ് അതിൻ്റെ ബോർഡർ വരുന്നത്. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ഈ ഡിസ്റ്റൻസിൽ ഏകദേശം 1000-ഓളം ബോട്ടുകളാണ് ഉള്ളത്.
അപ്പോൾ 1000-ഓളം ബോട്ടുകൾ വലിക്കുന്ന സ്ഥലം 12 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ എങ്ങനെ പോയാലും നമ്മൾ ആ ബോട്ട് താണ്ടി പോകും. അങ്ങനെ താണ്ടി പോകുന്ന കൂട്ടത്തില്ല. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ബോട്ടുകളും ഈ വലിക്കുമ്പോഴേക്കും മീൻ ലഭ്യത കുറവാണ്. മീൻ ലഭ്യത കുറയുമ്പോഴേക്കും ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ബോട്ടിൻ്റെ ഉള്ളിലോട്ട് പോകും. ബോട്ടിൻ്റെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ നേവി വന്ന് പിടിക്കും. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഒത്തിരി റിസ്ക് എന്ന് പറഞ്ഞതിൻ്റെ പ്രധാന കാരണം ഇതാണ് കേട്ടോ. നമുക്ക് മറ്റേ നമ്മുടെ നാടുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടത്തിന് വലിച്ചുകൊണ്ട് അങ്ങ് പോകാൻ പറ്റും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ചെറിയൊരു ഇതുണ്ട്. അത് നേവി വരുന്നെന്ന് പറയുമ്പോൾ തന്നെ പടപടയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജോലികളെല്ലാം ചെയ്യണം. അതാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. ഏതായാലും ഇനിയിപ്പോൾ മീനുകളെല്ലാം കയറ്റി കഴിഞ്ഞതിന് ശേഷം ഐസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. ഐസ് ചെയ്യുന്ന കാഴ്ചകളൊന്ന് കാണാം കേട്ടോ. അങ്ങനെ വള്ളത്തിന് വേണ്ടിയിട്ടുള്ള മീനുകളെല്ലാം ഇവിടെ ഉപ്പിട്ട് നിർത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ കല്ലുപ്പ് തൊട്ട് ഈ വള്ളത്തിന് വേണ്ടിയിട്ട് കോഴിത്തീറ്റയ്ക്കെല്ലാം വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇട്ടിട്ട് ഇപ്പുറത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഐസ് ചെയ്യേണ്ട മീനുകളെല്ലാം അടുത്ത് തിരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഈ കാണുന്ന എല്ലാ ഐസിൽ വയ്ക്കേണ്ട മീനുകളാണ് കേട്ടോ. കാരൽ, അതുപോലെ തന്നെ 2 കൂട്ടം നൊത്തോലി, പിന്നെ കോര, അരയ്ക്ക, ഇതൊക്കെ കറക്കി എടുക്കുന്നൊന്നും അറിയത്തില്ല. പിന്നെ കണവയുണ്ട്, പിന്നെ നൊത്തോലിയൊക്കെ ആ സൈഡിലാക്കി ഇരിപ്പുണ്ട്. നീണ്ട 2 മണിക്കൂർ പ്രോസസ്സാണ് ഈ ഒരു മീൻ തിരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തത്. 11 മണിക്ക് വല വരച്ചിട്ട് 1:11 ആകുന്നത് വരെ ഈ മീനിനെ തിരിഞ്ഞെടുക്കലായിരുന്നു. അപ്പോൾ ഈ മീനുകളെല്ലാം തിരിഞ്ഞ് കഴുകിയെടുത്തിട്ട് ഐസിലോട്ട് കയറ്റാൻ വേണ്ടി പോയാണ്. ഇവിടുത്തെ സ്റ്റോർ നോക്കിയേ, ഒരുപാട് ചെറിയൊരു സ്റ്റോറാണ്. ഈ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു അറയുണ്ട്, അപ്പുറത്തെ സൈഡിലും ഒരു അറയുണ്ട്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഇട്ട് കൂന്തലിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് കൂന്തലിടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ സ്റ്റോർ. ഇവിടെയാണ് മീനുകളെല്ലാം ഐസ് ചെയ്യുന്നത്. അതാ தண்ணியை ஊற்றுவீங்களா? தட்டி விடாதிருந்தா போதும். ஓ, അങ്ങനെ മീൻ ഐസ് ചെയ്തിട്ട് ഇറങ്ങിയപ്പോഴേക്കും ഇവിടെ മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ള മീനിൽ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തിളങ്ങുന്ന ആവോലിയുണ്ട്, മാച്ചാനുണ്ട്, അതുപോലെ തന്നെ അരക്കുണ്ട്. എല്ലാ മീനുകളും ഏതായാലും മീനൊക്കെ ഒന്ന് വെട്ടി തീരട്ടെ കേട്ടാ. കറിക്ക് വേണ്ട മീനൊക്കെ കഴുകി എടുക്കുന്നുണ്ട്. ഇനിയിപ്പം മീൻ കറിയിലോട്ട് വയ്ക്കുന്നത് കാണാം. അപ്പോൾ ഉച്ചയ്ക്കുള്ള ചോറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പുളിരസവും ആവോലി നെയ്മീനൊക്കെ പൊരിച്ചതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പുളിരസം എന്താ ചട്ടിയിൽ കിടന്ന് വേകുന്നുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ പിന്നെ പാൽ സർബത്ത്, ചെക്കന്മാർ കൂടി പാൽ സർബത്ത് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. എന്താണ് സംഭവം എന്ന് മനസ്സിലായില്ല. ഏതായാലും കാണാം. അപ്പോൾ നമ്മൾ കരയിൽ നിന്ന് ഏകദേശം 13 മൈലേജ് ഉൾക്കടലിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എന്നിരുന്നാൽ ഇവിടുത്തെ ആഴം നോക്കിയേ, ഏകദേശം 6 ഭാഗം ആഴം. അതായത് 6 ആൾ താഴ്ചയാണ് ഈ കടലിലുള്ളത്. മീൻ വല്ലതും ഓടുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നോക്കിയപ്പോൾ വെറും വെള്ളം മാത്രമേ ഉള്ളൂ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ കേട്ടോ. ഇവിടുത്തെ മീനില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഈ ബോർഡറിൻ്റെ അടുത്തോട്ട് പോയി വലിക്കുന്നത്. ബോർഡറിൻ്റെ അടുത്ത് ഇവിടെ നിന്നുള്ളവർ പോയി വലിക്കുന്നത്. അങ്ങനെ വലിക്കുന്ന കൂട്ടത്തിൽ നേവികളൊക്കെ പിടിച്ചോണ്ട് പോകും. നേവികൾ പിടിച്ചോണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗവൺമെൻറ് ആയിട്ട് ഒന്നും ചെയ്യത്തില്ല. ഗവൺമെൻറ് ഇപ്പോൾ ഇവർ തന്നെ പൈസ ഇട്ട് ഫൈനൊക്കെ അടച്ച് ബോട്ട് വാങ്ങിക്കാൻ വേണ്ടി പോയാലും അവരുടേതായിട്ടുള്ള
ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സപ്പോർട്ട് വേണം. അതായത് നേവൽ ബേസിൽ നിന്ന് നമ്മുടെ ഗവൺമെൻറ് നേവിയും അതുപോലെ തന്നെ അവരുടെ നേവിയും ചേർന്ന് സംസാരിച്ചിട്ടാണ് ഈ ബോട്ട് വിട്ടുകൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാതെ തന്നെ ഒരുപാട് ബോട്ടുകളും നമ്മുടെ ശ്രീലങ്കൻ ഹാർബറിൽ കുടുങ്ങിക്കിടപ്പുണ്ട്. ഇവിടെ നിന്ന് വന്നപ്പോൾ ഇങ്ങനത്തെ സ്റ്റോറിയൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ ഇവിടുത്തെ ഗവൺമെൻറ്റിനോട് എനിക്ക് തന്നെ വിറപ്പ് തോന്നുന്നു. എന്താണെന്ന് അറിയാൻ വയ്യ. ഓരോ നാടുകളിലും ഓരോ തരം പ്രശ്നങ്ങളാണ്. പക്ഷെ എന്നിരുന്നാൽ ഇവിടെ ഒത്തിരി കൂടുതലാണ് കേട്ടോ. ഒരുപാട് നേരത്തിന് ശേഷം ഒരു കട്ട മീൻ പോകുന്നു. എത്രയോ നേരം നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു ഘട്ട മീൻ പോകുന്നത്. ഏതായാലും ഇവിടെ ഇങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകൾക്കിടയിലാണ് ഈ ബോട്ടുകളൊക്കെ പോകുന്നത്. പിന്നെ ബിനാൽഡൻ അപ്പോൾ നമ്മുടെ സ്ലാങ് ആണ്. ഈ വിശേഷങ്ങളൊക്കെ എനിക്ക് ഓരോന്നായിട്ട് പറഞ്ഞു തരുന്നത് കേട്ടോ. ഈ കടലിനെ കുറിച്ചും ഈ കടലിലെ ആൾക്കാരെ കുറിച്ചും ഇവിടെ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നെല്ലാം പറഞ്ഞു തരുന്നത് നമ്മുടെ സ്ലാങ് ആണ്. നമ്മുടെ സ്ലാങ്ങിൻ്റെ ഒരു ബോട്ട് അവിടെ കുടുങ്ങി കിടപ്പുണ്ട്. പുള്ളിക്കാരൻ്റെ ബോട്ടും എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇരിക്കുന്നത്. എന്ത് പറയാം, ഇവ 45-50 ലക്ഷമൊക്കെ എന്ന് പറയുന്നത്, 1 ലക്ഷം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചങ്കിടിക്കും. അതിൻ്റെ ഇടയിൽ 40 ലക്ഷം എന്നൊക്കെ പറയുമ്പോഴേ ഒന്നും കണ്ണില്ല. അത് 40 ലക്ഷം എന്ന് പറയുന്ന ബോട്ടിന് മാത്രമാണ്. അതിൻ്റെ കൂടെ ഈ അപ്പം ഇതിൻ്റെ കൂടെ ഫൈനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആണ്. 1 ലക്ഷം 2 ലക്ഷം അങ്ങനെ ഫൈന് പോവും. പിന്നെ വണ്ടിക്കൂലി, നമ്മളെ ഫ്ലൈറ്റ് ചാർജ്, ഇങ്ങനെയെല്ലാം നോക്കുമ്പോഴേക്കും ഒരു എമൗണ്ട് തന്നെ പോയിട്ടുണ്ട്. അങ്ങനെ കൃത്യം 4 മണിയായിട്ടുണ്ട്. നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യത്തെ വല വലിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള റോപ്പ്, അതായത് നമ്മൾ ഈ വീഞ്ച് റോപ്പ് വലിച്ചു കയറ്റുവാണ് കേട്ടോ. ബോർഡ് വരാൻ ബോർഡ് വരാനായിട്ട് ആ സൈഡ് കണ്ടില്ലേ ബോർഡ്. ഇവിടെ ബോർഡ് കാണാനില്ല. ചേർ മൊത്തം ഇറക്കുന്നുണ്ട. തറയിലുള്ള ചേറിലാണ് ഇത്രയും നേരം കറങ്ങിക്കൊണ്ടിരുന്നത്. നീരാളി ഇപ്പം നടക്കുന്നുണ്ടോ? കരുവാവല്, കറുപ്പാവോലി, മാച്ചാൻ എന്നൊക്കെ പറയുന്ന മീനാണ്. അല്ല പിടക്കുന്നതല്ല. അങ്ങനെ സമയം ഏകദേശം 2 മണിയായിട്ടുണ്ട്. ഇവിടുത്തെ ട്രോളിങ് തീർന്നിട്ടില്ല കേട്ടോ. ഇനിയും വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ അവസ്ഥ ആലോചിച്ച് നോക്കുമ്പോൾ ഉണ്ടല്ലോ ഒരുപാട് കഷ്ടമുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ പറയുന്നത് കേട്ടിട്ട് ഒരുപാട് പേർക്ക് എൻ്റെ അടുത്ത് വെറുപ്പ് തോന്നാം, പരസ്യമായിട്ടും രഹസ്യമായിട്ടും. പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ ട്രോളിങ് എന്തുമാത്രം ദോഷം ഉണ്ടാക്കുമെന്നുള്ളതിന് ഉദാഹരണമാണ് ഈ രാമേശ്വരം എന്ന് പറയുന്ന ഈ ദ്വീപ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രോളിങ്ങാണ്. ട്രോളിങ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ കുറഞ്ഞ സ്ഥലങ്ങളേ ഉള്ളൂ ഇവിടെ. ഏകദേശം ഒരു 12 കിലോമീറ്റർ ഗ്യാപ്പ് ഇവിടെ നിന്ന് എൻ്റെ അടുത്തോട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ നാഗപട്ടണത്തിൻ്റെയും രാമേശ്വരത്തിൻ്റെയും ഇടയിലായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രോളിങ് വലിച്ച് ഇപ്പം മീനുകളൊന്നും കിട്ടാതെയായി. ഇവിടെ കിട്ടുന്നത് ഇപ്പോൾ വേസ്റ്റ് മീനുകളാണ്. വേസ്റ്റ് മീനുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കോഴിത്തീറ്റ. ആ കോഴിത്തീറ്റ പിടിക്കാൻ വേണ്ടി മാത്രമാണ് ഇവരിപ്പോൾ പണിക്ക് വരുന്നത്.
കിട്ടുന്നത് 1 ലക്ഷം ആണെങ്കിൽ അതിന് ചിലവും എല്ലാം പോയിട്ട് ബാക്കി വരുന്ന ഒരു 30,000-40,000 രൂപയായിരിക്കും ഇവർക്ക് എന്തെങ്കിലും കിട്ടുന്നത്. കാരണം ഇപ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇവരിപ്പോൾ കഞ്ഞി പിടിച്ച് പോകുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ അതുപോലെ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ നാടുകളിൽ ഇപ്പോൾ ചെയ്തു വരുന്നവർ ഇപ്പോൾ കോടികൾ മുടക്കിയിട്ട് ചെയ്യുന്നവർ എന്താ പൊട്ടന്മാരാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് കമൻറ്റ് പറയും. ഞാൻ ഒരേ ഒരു കാര്യം പറയാം, നിങ്ങൾ ഈ 1 ലക്ഷം രൂപ നമ്മൾ ബോട്ടിൽ പോയി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടുമെന്നുള്ളത് നിങ്ങൾക്കറിയാം. അതേ സ്ഥിതിയിൽ ആ 1 ലക്ഷം രൂപ ചെറുകിട വള്ളങ്ങൾക്കാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ എത്ര രൂപ പങ്ക് കിട്ടുമെന്നുള്ളത് ഒന്ന് ചോദിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾ വിചാരിക്കുക ഞാൻ പറയുന്നത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത്. നിങ്ങൾക്ക് എതിർക്കാം, എതിർക്കാതിരിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. കാരണം മുതലാളികളാകും, തൊഴിലാളികൾ എന്നും പണിയെടുക്കുന്ന തൊഴിലാളികളാകും. അത് മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് ഒരു മോചനം കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അല്ലാതെ 24x പരസ്യവും ചെയ്ത് നിങ്ങളിപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ച് എനിക്ക് റീച്ച് ഉണ്ടാക്കാനൊന്നും എനിക്ക് ഒരുപാട് നേരമൊന്നും വേണ്ട. ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാഷയിൽ തെറ്റെങ്കിൽ തെറ്റെന്ന് തന്നെ ഞാൻ പറയും. അത് നിങ്ങൾ എങ്ങനെ വിചാരിച്ചാലും ശരി. അപ്പോൾ നമ്മൾ ബോർഡ് വന്നിട്ടുണ്ട്, അടുത്ത വല വലിക്കാനായി സമയമായി. ഇങ്ങനെ പറയുന്നത് കൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്നത് ഇന്നത്തേക്ക് വേണ്ടി മാത്രമായിരിക്കും. ഞാൻ ചിന്തിക്കുന്നത് നാളെ വരുന്ന തലമുറകൾക്ക് എന്തെങ്കിലും ബാക്കി വയ്ക്കണം എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ അതുകൊണ്ട് തന്നെ ലൈഫ് ഫിഷിങ് എല്ലാം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എതിർക്കുകയാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ ലൈഫ് ഫിഷിങ് ആയാലും നെറ്റ് ഫിഷിങ് ആയാലും ട്രോളിങ് ഫിഷിങ് ആയാലും ഇന്ന് കടലിനെ നശിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. കാരണം കുഞ്ഞു മീനുകൾ അത് മൂലം ഒരുപാട് നശിച്ചു പോകുന്നുണ്ട്. പിന്നെ ട്രോളിങ് കാരണം ഒരുപാട് പാലുകൾ നശിച്ചു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ലൈറ്റ് ഫിഷിങ് കാരണം മീനുകളുടെ സമ്പത്ത് നേരെ വിലങ്ങനെ കയറുന്നുണ്ട്. അതായത് മീൻകൂട്ടങ്ങൾ ഇന്ന് ലൈറ്റ് അടിച്ച് പിടിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി ഉള്ളിലോട്ട് പോകുന്ന അൾട്രാ ലൈറ്റ്, നമ്മൾ ഒരുപാട് പ്രകാശമുള്ള ലൈറ്റുകളാണ് യൂസ് ചെയ്യുന്നത്. അത് കടലിനെയും മീനുകൾക്കും ദോഷമാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. കുറവാണ്. അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയതും അതുപോലത്തെ മീനുകളാണ്. ചെറിയ മീനുകളാണ് എല്ലാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഇതൊക്കെ നമ്മൾ വിളമീൻ എന്നൊക്കെ പറയും. നമ്മുടെ നാട്ടിൽ ചൂണ്ട പിടിച്ച ഞാൻ മട്ടുപണിക്ക് പോയപ്പോഴേക്കും ഇതിൻ്റെ വലുതിനെയൊക്കെ പിടിക്കുന്നതിൻ്റെയൊക്കെ ഫുൾ വീഡിയോസൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇത് കണ്ടില്ലേ എത്ര ചെറുതാണെന്നുള്ളത്. ഇത് കുഞ്ഞുങ്ങളാണ് കേട്ടോ, കുഞ്ഞു മീനാണ്. അതുപോലെ തന്നെ ഒരുപാട് മീനുകൾ. ഈ മീനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടിപ്പിന് വളത്തിനൊക്കെ പോകത്തുള്ളൂ. അതാണ് കൂടുതലും ഉള്ളത്. കണവ, തോട് കണവയുടെയും കുട്ടി പലതുമുണ്ട്, ചെറുതുമുണ്ട്. പക്ഷെ ചെറുതാണ് ഏറ്റവും കൂടുതൽ. എന്തോ ഒരു അട്ട പോലത്തെ സാധനം. മുക്കാലായി അടുത്ത പാട് വയ്ക്കാൻ വേണ്ടിയിട്ട് പോയാണ്. അങ്ങനെ രാവിലെ നേരം വെളുത്ത് ഈ സൂര്യൻ ഉദിച്ചു വരാൻ തയ്യാറായിട്ടുണ്ട്. നമ്മളെ ബോർഡ് വന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ. വലയൊക്കെ പൊങ്ങി. അയ്യോ, ഗുഡ് മോർണിംഗ്. അങ്ങനെ 6:04 അതായത് 6 മണിക്ക് ഇന്നലെ രാവിലെ ഇറക്കി വിട്ടതാണ്. ഇന്ന് രാവിലെ 6 മണിയായി.
അതായത് 24 മണിക്കൂർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പണി തീർന്നിട്ടില്ല കേട്ടോ. അവസാനത്തെ പാട്ടിലെ വല വലിക്കുവാണ്. இதெல்லாம் பிடிச்சேன்னா எப்படி கடல்ல மீன் வாடும் பிறந்த குஞ்செல்லாம் பிடிச்சிய பாறை பாருங்க ஏதோ ஏறியானா நடக்கும் நாளைக்கு தவறுகளுக்கு கேட்டவருக்கு அப்படி பண்ணி தங்க ஓடட்டு ஒரு டன் சோரி சங்காயத்தை ஏற்றுக்க ஒரு டன் சோரிதான் கலங்க വീണ്ടും അതേ പണി റൊട്ടേറ്റ്. കിട്ടിയ മീനുകളെല്ലാം തിരിഞ്ഞെടുക്കുന്നു. മീൻ തിരിയുന്നതും നമ്മുടെ കര എത്തി. നമ്മൾ ബോട്ട് പിടിക്കുന്ന സ്ഥലമാണ് ഇതായി കാണുന്നത് കേട്ടോ. ഇതണ്ട ഒരാളാണ് കേട്ടോ. ആള് കളവയ്ക്ക്, അതായത് നമ്മൾ തോണ്ടിക്കളവ, ചെറിയ കളവ, അതിന് വേണ്ടിയിട്ടുള്ള ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബോട്ടിൻ്റെ മണ്ടയിലാണ്, വീലോസിൻ്റെ മണ്ടയിലാണ്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ കുറച്ച് ചാള ഇവരെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഉപ്പൊക്കെ ഇട്ടിട്ട് ആ ചാള ഉണക്കാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ്. ഏകദേശം ഒരു ഉണങ്ങിയ പരുവത്തിലായിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലപോലെ ഉണങ്ങി വടി പോലെ ആയിട്ടുണ്ട്. പക്ഷേ അകത്ത് ഈർപ്പമുണ്ട്. ഒരു 2 ദിവസത്തെ വെയിലൂടെ കൊണ്ടു കഴിഞ്ഞിരുന്ന നല്ലപോലെ നല്ല അടിപൊളി കരുവാടായി. അപ്പോൾ ഇതാണ് ചാള, ബ്ലേഡ് ചാളയെന്നൊക്കെ പറയും. ഓരോ നാട്ടിൽ ഓരോ പേരായിരിക്കും. നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരെന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഹാർബറിൻ്റെ അടുത്തോട്ട് എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ മെത്ത കെട്ടിയിട്ട, അതായത് ഇറക്കി വിട്ട സമയത്ത് നമ്മൾ കെട്ടിയിട്ട മെത്തയിൽ തന്നെ ജോയിൻ്റ് ചെയ്ത് കെട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഒരുപാട് ബോട്ടുകൾ പണിക്ക് പോയിട്ട് തിരിച്ച് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നിരവധി ബോട്ടുകൾ മീനൊക്കെ ഇറക്കുന്നത്. അങ്ങനെ കരയിൽ വന്ന് നമ്മൾ ആങ്കർ എടുത്തിട്ടുണ്ട്. ആങ്കർ എടുത്ത് ബോട്ടിൽ കെട്ടുവാണ്. ആങ്കർ എടുത്ത് ബോട്ടിൽ കെട്ടുന്ന സമയത്ത് ഇതിൽ മീൻ കയറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ്. മീൻ കയറ്റാൻ, അതുപോലെ തന്നെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കയറ്റിക്കൊണ്ടെല്ലാം പോകും. ഓരോന്നായിട്ട് നമ്മൾ ഐസിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആദ്യം കണവയാണ് ഇറക്കുന്നത് കേട്ടോ. അവിടെ നമ്മൾ മെത്തയിലോട്ട് കണവയൊക്കെ ഇറക്കി വയ്ക്കുകയാണ് കേട്ടോ. മീനുകളെല്ലാം സ്റ്റോറിൽ നിന്ന് ഇറക്കി കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇത് വത്തയിലോട്ട് കയറ്റാൻ വേണ്ടി പോവുകയാണ്. വത്തയിലെന്ന് പറയുന്നത് ഈ ചെറിയ തോണിയിലോട്ട്, ഈ ചെറിയ തോണിയിലോട്ട് കയറ്റിയിട്ടാണ് നമ്മൾ നേരെ ഹാർബർ, അതായത് കരയ്ക്ക് അടിപ്പിക്കുന്നത്. അങ്ങനെ മീനുകളെല്ലാം കയറി കഴിഞ്ഞ് ഇനി പൊടിപ്പിനുള്ള മീനുകൾ മാത്രം ബോട്ടിൽ വെച്ചിട്ട് ബാക്കി എല്ലാ മീനുകളും വിലപിടിപ്പുള്ള മീനുകളെല്ലാം കൊടുക്കുകയാണ്. പിന്നെ മാലെല്ലായിട്ട് കളിച്ചിട്ടുണ്ട്. മീൻ വെക്കുന്ന ഹാർബറിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് വള്ളങ്ങൾ പിടിച്ചിരിക്കുന്ന കണ്ടില്ലേ. ഈ സ്ഥലത്താണ് മീൻ കച്ചവടം ചെയ്യുന്നത് കേട്ടോ. ഒരുപാട് നമ്മളെ പോലെ തന്നെ ഒരുപാട് ബോട്ടുകളുടെ മത്തയൊക്കെ വന്നിട്ടുണ്ട്. അയ്യോ വെള്ളം കലക്കേ. ഓക്കെ 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 ഓക്കെ. நல்லா இருக்கு. നൊത്തോലി മീനുകളെല്ലാം ഓരോന്നോരോന്നായിട്ട് ഇറങ്ങി പോണേ തെരിയുമേ. മീനുകൾ ഓരോന്നോരോന്നായിട്ട് ഇറക്കി വിടുവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മീനുകളെല്ലാം, മുകളിലുള്ള മീനുകളെല്ലാം ഇറക്കി കഴിഞ്ഞ് നമ്മളെ ഒരുപാട് ഫോളോവേഴ്സ് ഇവിടെ ഉണ്ട്. നമ്മൾ ഒരുപാട് ഫോളോവേഴ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും മീനുകളെല്ലാം വിറ്റുകൊണ്ടിരിക്കുകയാണ്. ഓരോ സൈഡായിട്ട് ഈ കായൽ മീനാണ് ഏറ്റവും കൂടുതലുള്ളത്. മീൻ ഇറക്കുന്ന പാടെന്ന് പറഞ്ഞത് മീൻ കയറ്റുന്നത് ഇറക്കുന്നതെല്ലാം ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇവിടെയൊക്കെ തുടങ്ങിയത്. അതുപോലെ തന്നെ സാധനങ്ങൾ ഐസ് എടുക്കുന്നത്, ഡീസൽ എടുക്കുന്നത്, എന്തുകൊണ്ടും നമ്മളെ ഹാർബർ ഇല്ലാത്തവരുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കഷ്ടപ്പാടാണ് കേട്ടോ. രാമേശ്വരത്ത് എന്ന് പറഞ്ഞാൽ ഹാർബർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം കെട്ടി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവഴി വള്ളം ബോട്ട് അടുപ്പിക്കാൻ പറ്റത്തില്ല, ആഴം കുറവാണ്. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ബോട്ടുകൾ മാത്രമേ ഇവിടെ കെട്ടിയിട്ടുള്ളൂ. വലിയ വലിയ ബോട്ടുകൾ ഇവിടെ അടുപ്പിക്കത്തില്ല. എല്ലാം
ഉള്ളിലോട്ട് മാറ്റിയിട്ടാണ് കെട്ടിയിടുന്നത്. അങ്ങനെ എൻഡിങ് എടുക്കാൻ പറ്റിയില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ നമുക്ക് ബോട്ടിൽ പോയി കിട്ടിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 70,000 രൂപയ്ക്കാണ്. 70,000 രൂപയ്ക്ക് പോയി കഴിഞ്ഞിരുന്നാൽ അവർക്ക് ഒരു 2,000 രൂപ ഷെയർ കിട്ടും. കാരണം റേഷനൊക്കെ കുറവാണ് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ഡീസലും കുറച്ചേ എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ചിലവില്ലാത്തത് കൊണ്ട് തന്നെ പൈസ ഒത്തിരി കൂടുതൽ കിട്ടും. ഏതായാലും വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ പേയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.